എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് സിജി ജോർജിന്റെ വീട്ടിലേക്കാണ്. ഇന്ന് ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാരുണ്ട്. അപ്പൊ ഒന്ന് കടന്നു വരുമോ? ആനി, എന്ത് നല്ല ഒരു ഗാർഡൻ, രഞ്ജു, ബീന. ഇത് സിജിയുടെ സ്വന്തം ഗാർഡനിലേക്കാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒന്ന് നോക്കാം അല്ലെ. എല്ലാ വീടുകളിലും ഇപ്പൊ തീർന്നുകൊണ്ടിരിക്കുന്ന സമയമാണല്ലേ. പക്ഷെ ഇവിടെ നോക്കിയേ, നല്ല ഇതായിട്ട് നിറഞ്ഞു പൂത്ത് നിൽക്കുന്നു. നമ്മുടെ മുന്തിരികൾ നല്ല വിളഞ്ഞ് പാകമായിട്ട് നിൽക്കുന്ന മുന്തിരികൾ. ആനി നോക്കുവാണ് മുന്തിരി വള്ളികൾ. അതെ, മുന്തിരി വള്ളികൾ തളർത്തുവെന്നാണ് നോക്കുന്നത്. സിജി എന്നും കാലത്ത് വന്ന് മുന്തിരി വള്ളികൾ തളർത്തു നോക്കാറുണ്ടോ? പിന്നെ ഓരോന്ന് പറിച്ച് കഴിക്കാറുമുണ്ട്. ജോർജ് സിജിയും കൂടി ഇവിടെ വരുന്നു. ഒരെണ്ണം നമുക്ക് പൊഴിച്ച് കഴിച്ചാലോ? ചേച്ചി നമുക്ക് എല്ലാവർക്കും കഴിക്കാം, മധുരം കഴിക്കാം. അടിപൊളി. അവിടെ നിന്ന് തന്നെ പറിക്കുന്നു, ഇങ്ങനെ ജസ്റ്റ് തുടയ്ക്കുന്നു, കഴിക്കുന്നു. ഇതിനു മുൻപ് നമ്മൾ ഈ ഗാർഡന്റെ ടൂർ ചെയ്തിരുന്നു. അപ്പൊ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് പോകുമായിരുന്നു. അപ്പൊ നമുക്ക് നോക്കാം. നോക്കിയേ വീണക്കുട്ടി എന്താ കാണുന്നേ? ഇതിനെ പറ്റിട്ട് പറയാനായിട്ട് എന്താ അല്ലേ, എന്തൊരു രസം കാണാനായിട്ട്. കളറ് നോക്കിയേ, കളറും അതിന്റെ ഒരു ഭംഗിയും. ചേച്ചി ഇത് നമ്മള് കഴിഞ്ഞ മെയ് മാസത്തിൽ മേടിച്ചൊരു ചെറിയ തൈയാണ് കേട്ടോ. ടെസ്കോയില് ഇത് വരും. എന്നിട്ട് ഒരു ചെറിയ തൈയായിരുന്നു, പക്ഷെ ഇത് ഇത്രയും വലുതായി നിറഞ്ഞ പൂവുകളായി. വളരെ നല്ലത്. ഇത് പണ്ട് നമ്മുടെയൊക്കെ നാട്ടിലെ എല്ലാ വീടുകളിലും സുലഭമായി കണ്ടുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ പണ്ടെല്ലാം നമുക്ക് ബൊഗേൻവില്ല എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു കളറ്. പിന്നെയാണ് നമുക്ക് മഞ്ഞ, വെള്ള എല്ലാം ഒത്തിരി വെറൈറ്റീസ് ഇപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാ വീടുകളിലും ഫ്രണ്ടിലും ഇപ്പൊ ഒരുപാട് ഈ ഒരു പൂക്കൾ കാണുന്നുണ്ട്. നല്ല ഭംഗി കളർ അല്ലേ. ടെസ്കോയിലും വരാൻ തുടങ്ങി എന്നുള്ളതാണ്. അത് കണ്ടപ്പോ തന്നെ എന്ത് ദൈവം, ഞാൻ രണ്ടെണ്ണം മേടിച്ചായിരുന്നു കേട്ടോ. ഒന്ന് ഞങ്ങളുടെ ഒരു കസിന് കൊടുത്തു, ബെഡ്കോയിലാണ് അവർക്ക് കൊണ്ടേ കൊടുത്തു. ഒന്ന് ഞങ്ങൾ അപ്പൊ അടുത്ത വർഷം കാണുവാണെങ്കിൽ എനിക്ക് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴേ റിസർവ് ചെയ്തിട്ടുണ്ട്. ചേച്ചിക്ക് അടുത്ത വർഷം ഉണ്ട്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ ബോഗെയിൻവില്ല. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത പൂവിലേക്ക് പോയാലോ? പൂവിലോട്ട് പോകുമ്പോഴേക്കും നോക്കൂ, അതാ ഒരു വാഴത്തോട്ടം നിൽക്കുന്നു. നന്നായി നിൽക്കുന്ന ഒരു വാഴത്തോട്ടം, ലെസ്റ്ററിലെ വാഴത്തോട്ടം. ഇപ്രാവശ്യം എനിക്കൊന്ന് ഇവര് ഓണം സദ്യ കഴിച്ചത് ഈ നമുക്ക് കാണാം അവിടുന്ന് എല്ലാം ഈ ഒരു മഞ്ഞ ഡാലിയയുടെ സൗന്ദര്യം എന്ന് പറയണതല്ലേ, എന്താ അതിന്റെ ഒരു ഭംഗി. ഇല്ല, ഇത് നിറഞ്ഞ പൂക്കളായിരുന്നു. അപ്പൊ ഇന്നലെ നമ്മുടെ ഡോറക്കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളറ് ഓറഞ്ച് ആണ്. അപ്പൊ സാൻഡ്രമോൾ എന്നെ എടുത്തു. ഇതിലുണ്ടായിരുന്നു നിറച്ച് പൂവും വെട്ടിയെടുത്ത് അവൾക്ക് വേണ്ടിയിട്ട് ഒരു വലിയ ബൊക്ക അവൾക്ക് സമ്മാനിച്ചു. നമ്മുടെ രഞ്ജുവിന്റെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. അപ്പൊ നമുക്കൊരു ചെറിയൊരു ഹാപ്പി ബർത്ത്ഡേ പാടിയാലോ? ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ഡോറ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഈ ഒരു ഡാലിയയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താല്ലേ ഇതിന്റെ ഒരു ഭംഗി. ഇത് ഡബിൾ ഷെയ്ഡ് ആണല്ലേ, കടും ചുവപ്പും ഒരു സൈസ് വെള്ളയും നിറഞ്ഞിട്ട്. ഓ, ഇത് നോക്കി, ഇതിന്റെ ഒരു ഈ ഒരു പൂവിന്റെ വലിപ്പം നോക്കിയേ. സിജി എന്താ ഇതിന് കൊടുക്കുന്ന വളം എന്ന് പറഞ്ഞ? സിജി അല്ലേ ഇതിന്റെ സ്നേഹം കൊടുക്കും. എന്റെ സ്നേഹം ചേച്ചി ഇതിന്റെ ഒക്കെ വളം. ശരിക്കും ഞാൻ കാര്യം പറഞ്ഞ ഇതിന് വേറെ കാര്യമായിട്ട് ഒരു വളവും ചെയ്യാറില്ല. വെള്ളവും കൊടുക്കും, എന്റെ സ്നേഹവും കൊടുക്കും. സിജിയുടെയും ജോർജിന്റെയും സ്നേഹത്താൽ പൂത്തുലയുന്ന ഈ ഒരു ഡാലിയയുടെ ഭംഗി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കിരുന്നു ഭയങ്കര രസമായി. ഇനി നമുക്ക് അങ്ങോട്ട് പോയാലോ? ഇതെല്ലാം റോസ് എല്ലാം വെട്ടി നിർത്തിയിരിക്കുവാണ് ഈ അടുത്ത വർഷത്തേക്ക് വേണ്ടിയിട്ട്. അടുത്തത് കുഞ്ഞു റോസ്. ആ ഒരു റോസിനെ കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് തോന്നി, മറ്റുള്ള റോസുകളെല്ലാം പൊഴിഞ്ഞ് വീണെങ്കിലും ഞാൻ ഇതാ നിൽക്കുന്നു, തലപൊക്കി നിൽക്കുന്നു അല്ലെ. അത് ഒരു നല്ല ക്യൂട്ട് ബേബി പിങ്ക്, നല്ലൊരു കളറ്, നല്ല നല്ല കളർ. എന്റെ ദൈവം, അതാ ഒരു ആപ്പിൾ തോട്ടം. ഈ ചേച്ചി പറഞ്ഞതുപോലെ തന്നെ സമ്മർ എല്ലാം കഴിഞ്ഞെങ്കിലും ഇപ്പോഴും നിറഞ്ഞ തുളുമ്പി നിൽക്കുന്ന ഏതൻ തോട്ടത്തിലെ ആപ്പിൾ തോട്ടം. ഇതൊന്ന് പറിച്ച് നമുക്ക് നോക്കിയാലോ? എല്ലാം വിളഞ്ഞു കിടക്കുവാ ചേച്ചി. നല്ല ബ്രാഞ്ചസ് ആയിട്ട് നിങ്ങൾ വെട്ടിക്കൊടുത്തതായിരുന്നു. വെട്ടിക്കൊടുത്തത് ചേച്ചി അതിന്റെ ടേസ്റ്റ് വന്നു. അതാ ക്രിസ്പി ആയിട്ടുള്ള അല്ലെ. എന്താ ഇത് പിങ്ക്, എന്താ ഇത് ഗാലയോ?
എല്ലാവരും കഴിച്ച് നോക്കണേ. നല്ല ക്രഞ്ചി ആയിട്ട് സൂപ്പർ. അടിപൊളി. ഇനി നമുക്ക് അങ്ങോട്ടേക്ക് ഒരു നല്ല ഓറഞ്ച് ഓറഞ്ച് നിറത്തിലുള്ള ഒരു ഷെയ്ഡുണ്ട്. കളറിലുള്ള ഇതിന്റെ കൂടെ മഴത്തുള്ളികളുണ്ട്. എന്താ അതിന്റെ ഭംഗി, സൂപ്പർ. കമീലിയയില് മുട്ടുകൾ ഇഷ്ടംപോലെ ഉണ്ട്. ഇപ്പോഴേ അവർ മുട്ടെല്ലാം റിസർവ് ചെയ്തു അടുത്ത ഫെബ്രുവരിയിലേക്ക് വേണ്ടിയിട്ട്. ഫെബ്രുവരി മാർച്ചിലേക്ക് വേണ്ടിയിട്ട് അതിന്റെ ദൗത്യം അത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. ശരിക്കും നമ്മുടെ കുഞ്ഞ് നമ്മുടെ ഉദരത്തില് ആ ഉരുവാകുന്നത് പോലെ ഇതിന്റെ ദൗത്യമാണിത്. ഈ സമയത്ത് ഇതുപോലെ മുട്ടുകൾ ഉണ്ടായിട്ട് ഇതിനി ഫെബ്രുവരി മാർച്ച് ആകുമ്പോഴത്തേക്കും പൂ പോലെ ഇങ്ങനെ വിരിയും അല്ലെ. എന്ത് രസം അതിനെ കാണാനായിട്ട്. ശരിക്കും ഏത് വീട്ടിലും ഈ UK-ല് ഇതിനിപ്പം മുട്ടുകൾ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിങ്ങനെ ഇങ്ങോട്ട് പോവാണെങ്കിൽ സക്കുലൻസ്, ഓ മൈ ഗോഡ്, കാക്ടസ് സക്കുലൻസ് കാക്ടസിന്റെ തന്നെ സക്കുലൻസിന്റെ ഇതൊരു ഇപ്പോഴായിട്ട് പലരും ഈ സക്കുലൻസ് മാത്രമായിട്ട് വളർത്തുന്നുണ്ട്. വളരെ അത് നല്ല ഇതെല്ലാം സ്പെഷ്യലാണ് കേട്ടോ. ഭംഗിയായിട്ട് കിടക്കുന്നത്. ഇതിൽ പൂവുണ്ടാവും, എല്ലാത്തിലും പൂവുണ്ടാവും. പൂവുണ്ടാവും. ഞാൻ കണ്ടിട്ടുണ്ട്. റിയലി നൈസ്. ഒരു ചെറിയൊരു കൗതുകം മാറുന്ന ഒരു ചെടി. എന്താണ് ഇതിന്റെ പേര് സിജിക്കുട്ടി? ചെറിയ പന. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എനിക്കൊന്ന് അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും ഇത് കുറച്ചുകൂടി ഇടതൂർന്ന് വരും. അപ്പൊ എന്തായാലും ഇന്നത്തെ നമ്മുടെ സിജി ജോർജിന്റെ വീട്ടിലെ ഈ ഗാർഡൻ അതിമനോഹരമായിരുന്നു അല്ലേ. അതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ എല്ലാ കൂട്ടുകാരെയും കൂടി എനിക്ക് കിട്ടി എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ലിസി ചേച്ചിയുടെ ഈ വീഡിയോ, ഈ യൂട്യൂബ് വീഡിയോയില് കാണുന്ന എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു. സൈനിങ് പ്രസ് ചെയ്യുക. ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക.